NEP-യെ ഞങ്ങൾ രാഷ്ട്രീയമായി വെളിയിൽ പ്രതിരോധിക്കും. മന്ത്രിസഭ പ്രൊസീജിയർ തെറ്റായതുകൊണ്ട്, മന്ത്രിമാരെ നിഴൽ നിർത്തി ചെയ്തതുകൊണ്ട് ഞങ്ങൾ മന്ത്രിസഭയിലേക്ക് ഇനിയില്ല എന്നുള്ളൊരു തീരുമാനമായിരിക്കും എടുക്കാനുള്ള വലിയ സാധ്യത കാണുന്നത്. അല്ല, കുറച്ചുകൂടി കടുത്ത തീരുമാനത്തിലേക്ക് പോകണമെന്നൊരു അഭിപ്രായം എക്സിക്യൂട്ടീവിനുണ്ട്. അങ്ങനെ കടുത്തതിലേക്ക് പോയാൽ മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളതാണ്. പിൻവലിച്ചാൽ പക്ഷേ മുന്നണി ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാവും. പിന്നെ പിൻവലിച്ചു കഴിഞ്ഞാൽ CPM എങ്ങനെയാണ് ഇത് എടുക്കുന്നറിയില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വലിയ പിടിവാശിയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പിടിവാശിയുള്ള MA ബേബിക്ക് പോലും സൈലൻ്റായി നിന്ന് കൊടുക്കേണ്ടി വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട്. D രാജ പോയി MA ബേബിയോട് പരാതി പറയുമ്പോൾ ഉരൽ ചെന്ന് ഉലക്കയോട് പരാതി പറയുന്ന പോലെ ഉള്ള ഒരു കഥയായിപ്പോയി. ഒന്നും കാര്യമില്ല. MA ബേബി കേട്ടോണ്ട് നിന്ന് സുഖം ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞല്ലാതെ MA ബേബിക്കും പരിമിതിയുണ്ട്. നമ്മൾ പരിമിതിയായി കാണേണ്ട രാഷ്ട്രീയ പരിമിതിയുണ്ട്. പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള അംഗം, ഇവിടുത്തെ മുഖ്യമന്ത്രി, രാഷ്ട്രീയമായും സാമ്പത്തികമായും എല്ലാം CPM-നെ എല്ലാവിധ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ആളുകളെന്ന് അദ്ദേഹം മന്ത്രി പോലും ആക്കിയില്ല. തോമസ് ഐസക്ക്, സുധാകരൻ, ശൈലജ ടീച്ചർ ആരെയും മന്ത്രി പോലും ആക്കിയില്ല. അപ്പോൾ മുഖ്യമന്ത്രി വേറൊരു തലത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയേണ്ട. ഓരോ വ്യക്തികൾക്ക് ഓരോ പ്രഭാവമാണല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രഭാവം വേറെയാണ്. അദ്ദേഹമാണ് രാജാവിനെ പോലെ. അദ്ദേഹം വളരെ രാജകീയ പദവിയിലാണ് ജീവിക്കുന്നത്.